നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപകടം സംഭവിച്ചാൽ അത് വൻ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക. അതിനാൽ വിമാനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ സുരക്ഷാ പരിശോധനകൾ വളരെ വിശദമായി തന്നെ നടത്താറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് കണ്ടെത്തിയാൽ അത് പരിഹരിച്ച ശേഷം മാത്രമാണ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. എങ്കിലും യാത്രാവേളയിൽ തകരാറുകളോ മറ്റ് അപകടങ്ങളോ സംഭവിച്ചാൽ വിമാനം അടിയന്തരമായി തന്നെ നിലത്തിറക്കാറുണ്ട്. ഇപ്പോൾ പറന്നയുടൻ ബോയിംഗ് വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തം ഉണ്ടായ വാർത്തയാണ് പുറത്തു വരുന്നത്. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് പറന്നുയർന്ന എയർ കാനഡ വിമാനത്തിന്റെ എഞ്ചിനാണ് തീപിടിച്ചത്. പാരീസിലേക്ക് പുറപ്പെട്ട എയർ കാനഡയുടെ ബോയിംഗ് 777 വൈഡ് ബോഡി വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തീപിടിക്കുകയായിരുന്നു. ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ അപകടമാണ് ഒഴിവായത്. 389 യാത്രക്കാരും 13 ജീവനക്കാരുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ സമയം വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുമ്പോൾ വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ നിന്ന് സ്ഫോടന സാധ്യത തോന്നിപ്പിക്കുന്ന തരത്തിൽ തീപ്പൊരി ഉണ്ടായത് എയർ ട്രാഫിക് കൺട്രോളിൽ കാണുകയും ഉടൻ തന്നെ ജീവനക്കാരെ ഈ വിവരം അറിയിക്കുകയുമായിരുന്നു. അടിയന്തര ലാൻഡിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ അറിയിപ്പ് ലഭിച്ചതോടെ പിന്നീട് പൈലറ്റുമാർ വിമാനം വിദഗ്ധമായി തിരിച്ച് ടൊറന്റോയിലേക്ക് തന്നെ മടക്കി. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഇറങ്ങാൻ ATC റൺവേ 23 ഒഴിപ്പിക്കുകയും സഹായത്തിനായി അഗ്നിശമന വാഹനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. കംപ്രസർ നിലച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് എയർ കാനഡ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. വൈകുന്നേരം തന്നെ മറ്റൊരു വിമാനത്തിൽ ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചതായും എയർ കാനഡ അറിയിച്ചു. വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചതിന്റെ വീഡിയോ ബഹിരാകാശ യാത്രികൻ ക്രിസ് ഹാർട്ട്ഫീൽഡ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. പൈലറ്റുമാരുടെയും എയർ ട്രാഫിക് കൺട്രോളർമാരുടെയും മികച്ച പ്രവർത്തനമാണെന്നും അദ്ദേഹം കുറിച്ചു. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ATCയുമായി പൈലറ്റിന്റെ ആശയവിനിമയത്തിന്റെ റെക്കോർഡിംഗും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പുകയും തീയും പടരുന്നതായി എയർ കാനഡ പൈലറ്റുമാർ അറിയിച്ചപ്പോൾ വിമാനം നിലത്ത് നിന്ന് 1000 അടി ഉയരത്തിലായിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം മുംബൈ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. റൺവേയിൽ ഒരേ സമയം 2 വിമാനങ്ങൾ എത്തുകയും എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേയിൽ തന്നെ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തു. വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വൻ അപകടമാണ് ഒഴിവായത്. വിമാനം ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നതായാണ് ഇൻഡിഗോയുടെ വിശദീകരണം. സംഭവത്തിൽ എന്തായാലും DGCA അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.